നമുക്ക് അടുത്തായിട്ട് റിയാക്റ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ റിയാക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റത്തിനകത്ത് ഒരു അടിപൊളി ഫോൾഡർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലേൺ റിയാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി വെക്കും. ആ ഫോൾഡർ നമ്മൾ അതിന്റെ പ്രൊജക്റ്റിന്റെ ഫോൾഡർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഈ റിയാക്ട് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ലൈബ്രറിയാണ്. നമുക്ക് UI ഫ്രണ്ട് എൻഡ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനുള്ള ജസ്റ്റ് ടൂള് മാത്രമാണ് റിയാക്ട്. ഇപ്പം റിയാക്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു നിയമോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, അതാണ് ലൈബ്രറിയുടെ പ്രത്യേകത, നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിയാക്ട് കൊണ്ട് പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഒന്ന് ക്രിയേറ്റ് റിയാക്ട് ആപ്പ്, CRA എന്ന് വിളിക്കും. രണ്ടാമത്തത് വീറ്റ്. ഇത് രണ്ട് ടൂൾസ് ആണ്. ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് പ്രൊജക്ട് സ്ട്രക്ചർ ചെയ്യാനും പ്രൊജക്റ്റിനകത്തുള്ള ഫോൾഡേഴ്സ് ഫയൽസ് ഒക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ഈ ടൂൾസ് വെച്ചിട്ടാണ്. അപ്പോൾ വീറ്റ് ഒരു രൂപത്തിലാണ് ഓർഗനൈസ് ചെയ്യുക, ക്രിയേറ്റ് റിയാക്ട് ആപ്പ് വേറെ രൂപത്തിലാണ്. അതിനനുസരിച്ചിട്ട് പെർഫോമൻസിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വീറ്റ് ആണ്. അപ്പോൾ വീറ്റ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ബേസിക്കലി നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫോൾഡർ ഉണ്ടാക്കുക, ഫോൾഡർ തുറക്കാം, എന്നിട്ട് ഇവിടെ റൈറ്റിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. നമ്മുടെ ടെർമിനൽ തുറന്നു തരും. ടെർമിനലിനകത്ത് npm create എന്ത് ചെയ്യുക, വീറ്റ് അറ്റ് ലേറ്റസ്റ്റ് എന്ന് കൊടുക്കുക, ഒരു കമാൻഡാണ്. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ npm എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇവിടെ നമുക്ക് കാണാം npm. നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നോഡിന്റെ കൂടെ വന്ന വേറൊരു സാധനമാണ് npm, അഥവാ നോഡിന്റെ പാക്കേജ് മാനേജർ നമ്മളതിനെ വിളിക്കാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇനിയിപ്പം ഐഫോണിലാണെങ്കിൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ Node.js-നകത്ത് നമുക്ക് വേറെ ആൾക്കാർ എഴുതിയ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കോഡുകളാണ് നമ്മൾ ലൈബ്രറി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന റിയാക്ട് ഒക്കെ വേറെ ആരൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സാധനത്തിന് ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടിയിട്ട് നോഡിന്റെ കൂടെ ഉള്ള ഒരു പ്ലേ സ്റ്റോർ എടുത്ത സാധനമാണ് നോഡിന്റെ പാക്കേജ് മാനേജർ npm. npmന്റെ ഒരു അനന്തരവനുണ്ട് npx. npxന്റെ പ്രത്യേകത, നമ്മൾ npmൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. npxൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് npx. x എന്ന് പറയുന്നത് എക്സിക്യൂട്ട് എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് റൺ ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ടൈം എടുക്കും. നമ്മളിവിടെ y കൊടുക്കാം. എന്നിട്ട് പ്രൊജക്ടിന്റെ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്, ഹലോ. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ താത്ത് റിയാക്ട് എന്നുള്ള സെലക്ട് ചെയ്യുക. ഇതിൽ താഴെ പോയിട്ട് ഇങ്ങനെ താത്തി ജാവാസ്ക്രിപ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി എൻ്റർ ആണ് കൊടുക്കണേ. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഫോൾഡർ ഉണ്ടായ കാണാം. ഓക്കെ, നമുക്ക് ഈ ഫോൾഡർ VS കോഡിൽ തുറക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക, കോഡ് എന്നിട്ട് സ്പേസ് എടുക്കുക, എന്നിട്ട് എന്താ പറയുക, ഹലോ വേൾഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഫോൾഡറിന്റെ പേരാണ്. കോഡ് സ്പേസ് ഫോൾഡറിന്റെ പേര് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം VS കോഡിൽ ഓപ്പൺ ആയി വരും. VS കോഡിൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടൊന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാണ്ട്. ആദ്യത്താണ് കുറച്ച് എക്സ്റ്റൻഷൻ ആണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിങ്ങൾ ഇവിടെ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഇവിടെ റിയാക്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ES7 പ്ലസ് റിയാക്ട് റിഡക്സ് റിയാക്ട് നേറ്റീവ് സ്നിപ്പെറ്റ്സ് ആണ്. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നിപ്പെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കോഡ് പെട്ടെന്ന് എഴുതാനുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. പിന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് റിയാക്ട് കോഡ് സ്നിപ്പെറ്റ്സ് ഉണ്ട്, പിന്നെ സിമ്പിൾ റിയാക്ട് സ്നിപ്പെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടെന്ന് തന്നെ പറഞ്ഞെന്നുള്ളൂ, അത് എടുക്കട്ടെ. പിന്നെ അടുത്ത ചെയ്യാനുള്ളത്, നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ റിയാക്ട് എക്സ്റ്റൻഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിയാക്ട് ഡെവലപ്പർ ടൂൾസ് പറഞ്ഞിട്ട് റിസൾട്ട് വരാം. ഇത് നിങ്ങളുടെ ക്രോമിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറർ കറക്റ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിച്ചു എന്ന് വെച്ചാൽ, നമ്മൾ റിയാക്ടിന്റെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ കുറേ ഫയൽസ് കാണാൻ പറ്റും. ഇതിൽ പബ്ലിക് ഉണ്ട്, SRC ഉണ്ട്, പിന്നെ CJS ഫയൽ ഉണ്ട്, ഒരു git ignore ഉണ്ട്, index.html ഉണ്ട്, package.json ഉണ്ട്, readme ഉണ്ട്, വീറ്റ് കോൺഫിഗ്. ഇതൊന്നും നിങ്ങളിപ്പോൾ എന്താണെന്നുള്ളത് മൈൻഡ് ആക്കേ വേണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെ ഇവിടെ ഒരു ടെർമിനൽ തുറക്കണം. ടെർമിനൽ തുറക്കാൻ വേണ്ടിയിട്ട് VS കോഡിൽ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ബാക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ തുറക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ വ്യൂവിൽ ടെർമിനൽ ഉണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ തുറക്കാൻ പറ്റും. ടെർമിനൽ തുറന്നിട്ട് ഇവിടെ നിങ്ങൾ ഒരു കമാൻഡ് അടിക്കണം, npm സ്പേസ് ഇൻസ്റ്റാൾ. ഇൻസ്റ്റാൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ട് npmi എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, റിയാക്ട് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിന്റെ കൂടെ വേറെ 2-3 ലൈബ്രറീസ് കൂടി ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിനകത്തേക്ക് ആ ലൈബ്രറീസിനൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണ് നമ്മളിപ്പോൾ npm ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു നോഡ് മൊഡ്യൂൾസ് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മളെ പ്രൊജക്ട് ഉപയോഗിക്കുന്ന എല്ലാ ലൈബ്രറികളാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയാക്ടിന്റെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ. ഇവിടെ ഇപ്പോൾ റിയാക്ടിന്റെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ബേസിക്കലി നമ്മൾ എന്താ ചെയ്തത്, ആദ്യം പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് npm ക്രിയേറ്റ് വീറ്റ് അറ്റ് ലേറ്റസ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പ്രൊജക്ടിന്റെ പേരും പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ കൊടുത്ത് നമ്മൾ എന്നിട്ട് കൊടുത്ത് ലാസ്റ്റ് എന്തായി, ഒരു പ്രൊജക്ടിന്റെ ഫോൾഡർ ക്രിയേറ്റ് ആയി. ആ ഫോൾഡർ നമ്മൾ VS കോഡിൽ തുറന്നതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ,
നമ്മൾ npm ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് npm ഐ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വന്നു. ആ ക്രിയേറ്റ് ആയ പ്രോജക്റ്റിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള എന്തൊക്കെ മൊഡ്യൂൾസ് ആണോ നമ്മൾ പറഞ്ഞ ലൈബ്രറീസ് ആണോ അതൊക്കെ ഇൻസ്റ്റാൾ ആയി സെറ്റായി. ഇനി നമ്മൾ ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. npm run dev എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ നടക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ബോധേഡാവണ്ട. എന്താ നടക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ റൺ ചെയ്തപ്പോൾ ഇവിടെ ഒരു URL കാണാൻ പറ്റും. ഈ URL ഞാനൊന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസർ ഏതാ വെബ്സൈറ്റ് ലോഡായി വരും. നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫൗണ്ട് ഇങ്ങനെ കൂടുന്ന കുറഞ്ഞൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. നിങ്ങളിവിടെ SRC എന്ന് കാണാം, ഈ ഫോൾഡർ കാണാം. ഈ ഫോൾഡറിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണേ. അപ്പോൾ അസറ്റ്സ് ഡിലീറ്റ് ചെയ്യാം. അതിന് അസറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. app.css ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ index.css ഉണ്ട്, അതും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ main.jsxനകത്ത് കുറേ കോഡ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡിലീറ്റ് ചെയ്ത സാധനങ്ങൾ ഒഴിവാക്കിയേക്കാം. ഇമ്പോർട്ട് index.css ഒഴിവാക്കി അപ്പോൾ മാത്രമാക്കി. ആപ്പിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, app.css, ഈ ലോഗോ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമാക്കുക, ഫംഗ്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇതൊക്കെ ഒഴിവാക്കുക, ഇതൊന്നും വേണ്ട. ജസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ മാത്രം മതി. ഇതിനകത്തുള്ള കോഡ് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാനൊരു ഡിവിനകത്ത് എല്ലാം നോക്കണം. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ആപ്പ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് പുറത്തുള്ള കാര്യങ്ങൾ നോക്കണ്ട. SRCൻ്റെ അകത്ത് 2 ഫയൽസ് ഉള്ളത്. ഒന്ന് app.jsx ഒന്ന് main.jsx. main.jsx നമ്മൾ നേരത്തെ CSS ഫയൽ ഒഴിവാക്കി. app.jsxനകത്ത് ഇത്ര സാധനം മാത്രമായിട്ട് വെച്ചു. ഇനി നമുക്കൊന്നും കൂടെ നമ്മുടെ തുറന്നു കണ്ടോ ഹലോ എന്നായി. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ സെറ്റാണ്.